നിതിൻ, എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും അവിടെയാണ് ഉള്ളത്. ആരോഗ്യമന്ത്രി 9 മണിയോടുകൂടി തൃശ്ശൂരിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്നു രാത്രി ഇനി എന്തൊക്കെ? മാധു, നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇവിടെ തീ അണയ്ക്കുന്നതിനുള്ള പൂർണ്ണമായ നടപടികൾ തുടരുന്നത്. ഇപ്പോഴും ചില ഭാഗങ്ങളിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് വെള്ളമടിച്ചപ്പോൾ ചില ഭാഗങ്ങൾ തീ ആളിക്കത്തുന്നത്. പക്ഷേ അത് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ, അധികൃതർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വെള്ളമടിക്കുമ്പോൾ തീ ആളിക്കത്തി നിയന്ത്രിക്കാനാകാതെ വന്നാൽ അത് മണലടക്കമിട്ട് ആ തീ നിയന്ത്രിക്കാനാകുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്ഥലം പൂർണ്ണമായും സീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ കൂടിയാണ് ഇവിടെ തുടരേണ്ടത്. സമീപത്തെ കുളങ്ങളും കിണറുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ സ്ഫോടനം നടന്ന സമയത്ത് ഇവിടെ നിന്നും ഓടിയ ആരെങ്കിലും ഒക്കെ ഈ കുളത്തിലോ മറ്റോ, ഇവിടെ ചെറിയ ചില കുളങ്ങളൊക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഓടിയ ആരെങ്കിലും ഈ കുളങ്ങളിലോ മറ്റോ കിണറുകളിലോ ഒക്കെ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഓടിയ സമയത്ത് വീണിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനായി അവിടെ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉടൻ തിരച്ചിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് 9 മണിയോടെ ഇങ്ങോട്ടേക്ക് എത്തും. 2 കൺട്രോൾ റൂമുകളാണ് ഇതിനോടകം തുറന്നിട്ടുള്ളത്. മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലും തൃശൂർ താലൂക്ക് ഓഫീസിലുമായി 2 തത്സമയ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി 2 കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അണയാത്ത തീയെല്ലാം തന്നെ മണ്ണിട്ട് കെടുത്തുന്ന നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശരീരഭാഗങ്ങൾക്കായുള്ള പരിശോധന തുടരുന്നുണ്ട്. നിരവധി ആശുപത്രിയിലെത്തിച്ച നിരവധി മരിച്ചുവെന്നുറപ്പിച്ച നിരവധി പേരെടുത്തത് മുഴുവൻ മൃതദേഹമായല്ല ലഭിച്ചിട്ടുള്ളത്, ശരീരഭാഗങ്ങളായാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇവിടെ ഉണ്ടോ, സമീപ പ്രദേശങ്ങളിലുണ്ടോ എന്നൊരു പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. പ്രധാനമായും വെളിച്ചത്തിന്റെ കുറവ്, ഇവിടെ പരമാവധി ലൈറ്റുകളും ഒക്കെ തന്നെ സ്ഥാപിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വെളിച്ചത്തിന്റെ ഒരു കുറവ് തുടർ പരിശോധനയ്ക്ക് സമീപ പ്രദേശങ്ങളിലെ പരിശോധനയ്ക്ക് ഒരു തടസ്സമാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന. ഏതായാലും പരമാവധി ഉദ്യോഗസ്ഥ സംഘം പരമാവധി അവർക്ക് കഴിയുന്നതിന്റെ പരമാവധിയുള്ള എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ ഇവിടെ നടത്തുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഈ മരിച്ചവരിൽ കുറേയേറെ ആളുകളുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ രക്ഷപ്പെടാനായുള്ള ഓട്ടത്തിനിടയിൽ ശരീരഭാഗങ്ങൾ മാത്രമായാണ്, അവരുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ, ഏതായാലും മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സെൻട്രൽ സോൺ IG രാജ്പാൽ മീണ, അല്ലെങ്കിൽ തൃശ്ശൂരിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ കാര്യമായ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇനിയില്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാകുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കിടന്നു. ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലടക്കം ഫയർഫോഴ്സിന് അല്ലെങ്കിൽ ഈ തീ കെടുത്താനായുള്ള അവർക്ക് എത്തി പ്രഭവ കേന്ദ്രത്തിലടക്കം ഇവിടെ ഒരു നിയന്ത്രണത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ വലിയ ആശ്വാസം നിലവിലുണ്ട്. ഇനിയിപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഈ കരിമരുന്നോ മറ്റോ ബാക്കിയുണ്ടെങ്കിൽ പോലും അത് ഇനിയിപ്പോൾ ഒരു അപകടകരമായ രീതിയിലേക്ക് പോകില്ല എന്ന് ഇവിടെയുള്ള വിദഗ്ധർ പറയുന്നുണ്ട്. ചെറിയ തോതിൽ അങ്ങായി വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുമ്പോൾ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പക്ഷെ അപ്പോഴും അപകടകരമായ സാഹചര്യം നിലവിൽ ഇനി ഈ അപകടം ഉണ്ടായിടത്ത് തുടരുന്നില്ല എന്നുള്ളതാണ്. ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഇനി അപകടകരമായ സാഹചര്യമില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രദേശത്തെ പാടത്തൊക്കെ തിരച്ചിൽ പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അവിടെ ഒരു ചെറിയ ജലാശയമുണ്ട്, അവിടെ സ്കൂബ സംഘം ഇറങ്ങി പരിശോധിക്കും ഇന്നു രാത്രി തന്നെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട്. അവലോകന യോഗം അവിടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഉഗ്രസ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് കേരളം എന്നത് ആണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം. ഇന്ന് 3:20 കൂടിയാണ് അവിടെ ആദ്യ സ്ഫോടനമുണ്ടാകുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ അത് പൂർത്തീകരിക്കുന്ന, അതിന്റെ പണി നടന്നിരുന്ന കളങ്ങളിലാണ് ഈ സ്ഫോടനമുണ്ടായത്. ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരുന്ന ഇടമാണ്. അപകടകരമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞ് മുണ്ടത്തിക്കോട് പാടത്തിന്റെ ഒരു തുരുത്ത് പോലെയുള്ള പ്രദേശത്താണ് ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരുന്നത്. അതിന്റെ അവസാന ഘട്ട പണിയിലായിരുന്നു. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ടതുണ്ട്. 26-ാം തീയതി തൃശ്ശൂർ പൂരം വെടിക്കെട്ടും നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള 2 ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ, തിരുവമ്പാടി ദേവസ്വത്തിന്റെ സ്ഫോടക വസ്തുക്കൾ കേന്ദ്രീകരിച്ച് വെച്ചിരുന്ന ഇടത്താണ് ഈ സ്ഫോടനമുണ്ടായത്. രാവിലെ 10:40 പേർ അവിടെ ജോലിക്ക് എത്തിയിരുന്നു. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കുറേ ആളുകൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. വിൽസൺ എന്ന ഒരാൾ റിപ്പോർട്ടറിനോട് കൃത്യമായി ആ സാഹചര്യം വിശദീകരിക്കുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെളിച്ചം കാണുന്ന പ്രദേശത്താണ് ഇപ്പോഴും തിരച്ചിലൊക്കെ നേരിയ തോതിൽ തീയണയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തുടരുന്നത്. വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. കത്തി അമർന്ന 2-2.5 ഏക്കർ പ്രദേശം കത്തി അമർന്നു പോകുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നത്. അടുക്കാൻ പോലും കഴിയാതെ വലിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തോടുകൂടി, ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദത്തോടു കൂടിയാണ്
ദുരന്തം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. 13 മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നത് വലിയ ദൗർഭാഗ്യകരമായി. എല്ലാ കാലവും തൃശ്ശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു പക്ഷേ അപകടങ്ങളുടെ തുടർ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കൊല്ലം അപകടമൊക്കെ ഓർമ്മയുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. 8 പേരുടെ മരണം ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്.